2024 മണി ഇൻ ദ ബാങ്ക് നടക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ്. അതായത് സൺഡേ മോർണിംഗ് 4:30 മുതലായിരിക്കും നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ മാച്ച് കാർഡും അതിന്റെ പ്രൊഡിക്ഷനും ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഉള്ളത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. സാമി സൈൻ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു മാച്ചാണ്. ഈ ഒരു മാച്ചിൽ എന്റെ നിരീക്ഷണത്തിൽ സാമി സൈൻ തന്നെ വിജയിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നീടുള്ളത് 6 മാൻ ടാഗ് ടീം മാച്ചാണ്. കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ ആൻഡ് കെവിൻ ഓവൻസ് വേഴ്സസ് ദി ബ്ലഡ് ലൈൻ, ന്യൂ ബ്ലഡ് ലൈൻ തമ്മിലുള്ള ഒരു മാച്ചാണ്. ഈ ഒരു മാച്ചിൽ കോഡി റോഡ്സിന്റെ ടീം തോൽക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രൊഡിക്ഷൻ. അടുത്തതായിട്ടുള്ള വുമൻസ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചാണ്. ടിഫനി സ്ട്രാറ്റൺ വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രൊഡിക്ഷൻ. പിന്നീടുള്ളത് മെൻസിന്റെ മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചാണ്. ജെ ഉസോ, കാർമെലോ ഹൈസ്, ആൻഡ്രോയിഡ്, ചാഡ് ഗേബിൾ, എല്ല നൈറ്റ്, ഡ്രൂ മെക്കിനർ എന്നിവരെല്ലാവരും കൂടിയാണ് പങ്കെടുക്കുന്നത്. ആ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് ജെ ഉസോക്ക് തന്നെയാണ്. പിന്നീട് നമ്മൾ കാത്തിരിക്കുന്ന വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് സെത്ത് റോളിംഗ്സ് തമ്മിലുള്ള മാച്ച്. ഇതിൽ ഫിൻ ബാലർ ഇന്റർഫിയർ ചെയ്ത് ഡാമിയൻ പ്രീസ്റ്റ് തോറ്റ് സെത്ത് റോളിംഗ്സ് വീണ്ടും ചാമ്പ്യനായി മാറുമെന്ന് തന്നെയാണ് എന്റെ പ്രൊഡിക്ഷൻ. മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഇന്റർഫിയറൻസ് വരാനുള്ള എല്ലാവിധ ചാൻസുകളും ഞാൻ കാണുന്നുണ്ട്. CM Punk വരാനുള്ള ചാൻസ് ഉണ്ട്, വൈറ്റ് 6 വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്.